അടിപൊളി. ഈ സൺഡേ ഈ കുംഫു മാച്ച് കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും പോകാം. പിന്നെന്താ, തീർച്ചയായിട്ടും. അതുമല്ലാതെ വേദാനഗരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഈ സാബുവിനെ എനിക്ക് നല്ല പരിചയം അറിയോ. വരൂ, നമുക്ക് സാബു പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം. അതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാകും. ഒരു കാര്യം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഒരു തവണ ഈ സാബുവിനെ ഗുണ്ടകളൊക്കെ പിടിച്ചുകൊണ്ടുപോയി. അവന്റെ ജീവൻ അപകടത്തിലായിരുന്നു. ആ തക്ക സമയത്ത് ഞാൻ അവിടെ എത്തി. എനിക്ക് ദേഷ്യം വന്ന അവന്മാരെയൊക്കെ നല്ലോണം ഇട്ടിച്ച് ചമ്മന്തിയാക്കി പറത്തി വിട്ടു. പോയോ? ഞാൻ എന്തൊക്കെ സത്യം പറഞ്ഞാലും ഇവരൊരിക്കലും വിശ്വസിക്കത്തില്ല. അവനില്ലേ ആ സാബു, മഹാ അപകടം പിടിച്ചവനാ. അവന്റെ കാറ്റ് കളഞ്ഞാലേ പറ്റൂ. അല്ലെങ്കിൽ ഇത്തവണ ജയിക്കാന്ന് വെച്ചാലേ പറ്റാത്ത കാര്യമെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. ഞങ്ങൾ അവനെ പിടിച്ച് തിരിച്ച് മറിച്ച് പരിപ്പ് പടയാക്കും. കൊള്ളാം സാറേ, അടിപൊളി. സാറിനെ പോലെ ഫൈറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. പിള്ളേരെ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? വേഗം സ്ഥലം കാലിയൊക്കെ, എനിക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള. വേഗം പോ. സോറി സർ, ഞങ്ങൾ സർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വെച്ചു. ഞാനിവിടെ ട്രെയിനിങ് സ്കൂളൊന്നും അല്ലേ തുറന്നു വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. വല്ലാത്ത അഹങ്കാരം പിടിച്ച ആളാന്ന് തോന്നുന്നു. വിട്ടേക്ക, എന്റെ ബോസിനെ വിട്ടേക്ക. വിടാ. അവര് സാബുവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടോ? വരും, നമുക്ക് ചെന്ന് രക്ഷപ്പെടുത്താം. ആരാണ് നീ? എന്തിനാണ് ഇങ്ങനെ നടക്ക് കയറി ശല്യം ചെയ്യുന്നത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വേഗം ഇവരെ പിടിച്ച് കെട്ടിരടേ. ഗുണ്ടകൾ നിങ്ങളെ കടത്തിക്കൊണ്ടു പോവാൻ ശ്രമിക്കായിരുന്നു. അതെ, നിങ്ങളെ ശിവയാണ് ഇപ്പൊ രക്ഷിച്ചത്. എന്നാരും രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല.
എന്നെ കണ്ടാൽ തന്നെ എല്ലാരും പേടിച്ച് ഓടിക്കളയും. ഞാൻ ചാക്കിന്ന് പുറത്തിറങ്ങും എന്നറിഞ്ഞാണ് അവന്മാർ ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ഇവിടെയുള്ള എല്ലാ ഗുണ്ടകൾക്കും അറിയാം എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ അവന്മാര് പൊടി പോലും കാണില്ലെന്ന്. എന്നെ എങ്ങനെ കെട്ടിയിട്ടാലും ഞാൻ പുറത്ത് വരാണ്ടിരിക്കില്ല. പിള്ളേരോട് പോവാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ നിങ്ങള്? വേഗം ചെല്ലേ, മര്യാദക്ക് വീട്ടിൽ പോവാൻ നോക്ക്. ഇയാളുടെ കാട്ടയം കാണുമ്പോ ഇടിച്ച് ചമ്മന്തിയാക്കാനാ തോന്നുന്നത്. അഹങ്കാരം പിടിച്ച താന്തോന്നി മനുഷ്യൻ. ആഹാ, ഇവിടെയാണോ ഉള്ളത്? എന്തിനാ വെറുതെ സമയം കളയുന്നത് മോനെ? ഈ കരാട്ടെ ഒന്നും നിനക്ക് ഉപയോഗപ്പെടില്ല. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ സംഗീതം മാത്രമേ ഉപകരിക്കൂ. സംഗീതം ഇതെന്താ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ പാട്ട് കേട്ടത് കൊണ്ട് ഞാൻ പ്ലേറ്റിൽ കൊണ്ടുവന്ന കാപ്പി പലഹാരം തെറിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എന്തിനാ മുത്തശ്ശി എന്നെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെയാണോ? എന്നാൽ ഞാൻ ഇനിയും കേൾപ്പിക്കാം. അതുകൊണ്ടോ അയാൾ സാബു കുടിക്കുന്ന വെള്ളത്തിൽ എന്തോ കലർത്തി. സർ, ആ വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കല്ലേ. അതിലൊരാൾ എന്തോ കലർത്തിരിക്കുന്നു. വെള്ളം കുടിക്കല്ലേ. എന്തിനാ എന്റെ കാര്യത്തിൽ തലയിടുന്നേ? പൊയ്ക്കോ അവിടുന്ന്. നിങ്ങളുടെ ശല്യം കുറച്ച് കൂടുന്നുണ്ട്. മര്യാദക്ക് സ്ഥലം വിട്ടോണം. കുടിക്കല്ലേ. മുഖത്ത് വെള്ളം തെളിച്ച് എണിപ്പിക്കൂ. എനിക്ക് എന്നെ കണ്ട് പേടിച്ചോടുന്ന കണ്ടില്ലേ? പേടിക്കാതെ എങ്ങനെ ഇരിക്കും അറിയോ? ഞാൻ ഒരുത്തൻ 50 പേർക്ക് തുല്യ. നിങ്ങളുടെ ജീവന് ആപത്തുണ്ട്. കുറെ ഗുണ്ടകൾ അങ്ങേ കടത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കരുതെന്നാണ് അവരുടെ ആഗ്രഹം. എന്റെ ജീവൻ അപകടത്തിലാണെന്നോ? ഞാൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കരുതെന്നോ? ഈ പിള്ളേര് വീണ്ടും വന്നല്ലോ ഇവിടെ. നിങ്ങളെ ഇപ്പൊ ഇവിടെ ആരാ വിളിച്ചേ? മര്യാദക്ക് പോ, ഇവിടുന്ന് പോകുന്നതാ നല്ലത്. രവ, നീ എന്താണ് ആലോചിച്ചത്? അതന്നെ, നീ ആലോചിച്ചത് തന്നെ. ഞാനും അത് തന്നെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും സംഭവിച്ചിരുന്നെങ്കിൽ. എന്തു സംഭവിക്കാൻ? ഒന്നുമില്ല അങ്കിൾ, ഞങ്ങൾ ആലോചിച്ച പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെന്നേ. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ. അതൊക്കെ വിട്ടേക്കൂ. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഏതോ ഒരാള് നിങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് തടയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട് സർ. അതെ, എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല കേട്ടോ. സാധാരണ ഞാനാണ് എല്ലാരും പ്രൊട്ടക്ട് ചെയ്യാറ്. കൂടുതൽ സംസാരിക്കാണ്ട് വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. പാത്തും പതുങ്ങി എന്റെ കഴിവുകളെല്ലാം പഠിച്ചെടുക്കാൻ നോക്കാണോ? പൊക്കോ ഇവിടുന്ന്.
അഥവാ അവനെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയാൽ ഈ വേദ സിറ്റിയിൽ മത്സരിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ കുങ്ഫു ചാമ്പ്യൻഷിപ്പ് ട്രോഫി നമുക്കിത്തവണ ലഭിക്കൂല. കുഴപ്പമില്ല, ഞാൻ വേഷം മാറി അയാളുടെ പുറകെ നടന്ന് ഇത്തവണ ഗുണ്ടകളായാലും പിടിക്കാതെ നോക്കിക്കോളാം. എന്താ പോരെ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എന്റെ ഈ ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്, അറിയാലോ.